ഹായ്, ഏഞ്ചൽസ് പ്ലാന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചമ്പ്രോട്ടം പാലത്തിന് താഴെയുള്ള പുഴയിലാണ്. നമ്മളിവിടെ നിന്ന് എരിന്തെടുക്കാൻ കക്ക എടുക്കാൻ വന്നതാണ്. നമ്മളെ കല്ലുമ്മക്കായുടെയൊക്കെ ചെറുത് അതുപോലെയുള്ള കക്ക എടുക്കാൻ വന്നതാണ്. പുഴയിലൊക്കെ ഒരുപാട് കക്കയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് കക്ക എടുത്തിട്ട് ഇവിടെ തന്നെ പറ്റിയാണ് സമയം ഉണ്ടെങ്കിൽ നമ്മളിവിടുന്ന് കുക്ക് ചെയ്തിട്ട് നമ്മളൊരു അടിപൊളി വ്ളോഗാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ വെള്ളം കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി ഇത് അവിടെ നമ്മളിവിടെ തന്നെ നമ്മളൊരു അത് നമുക്ക് വേണ്ടി തോണിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളതിലിങ്ങനെ വെറുതെ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഇറങ്ങിയാൽ നമ്മൾ ഇവിടുന്ന് കക്ക എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് രസകരമായ വീഡിയോ നമുക്കിന്നൊരു വെറൈറ്റി വീഡിയോ ആക്കി മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ പുഴയിലാണുള്ളത്. നമ്മളിവിടെ കക്ക എടുക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ കണ്ടില്ല, ഏകദേശം മുട്ടിനൊക്കെ ഇപ്പോൾ വെള്ളമുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് കൈ വെച്ചാൽ തന്നെ കക്കൊക്കെ കിട്ടും. ജസ്റ്റ് പൂഴിയിലാണ്, ചളിയൊന്നും നല്ല പൂഴിയാണ്, കണ്ടില്ല, നല്ല പൂഴിമണ്ണാണ്. അപ്പോൾ ഇതിൽ നിന്ന് കക്ക നമുക്ക് എടുക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൈയിട്ട് കക്ക എടുത്ത് നോക്കാം. കണ്ടില്ല, നമ്മളെ നല്ല കക്കകളൊക്കെ കിട്ടുന്നുണ്ട്. കറുപ്പ് രീതിയിലുള്ള നല്ല ടേസ്റ്റുള്ള കക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ്, ഇതുപോലെ നമുക്കിനി ഇവിടെ നിന്നൊക്കെ എടുക്കാണ്ട്. അപ്പോൾ നമ്മളൊരു 1-2 മണിക്കൂറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അരച്ചാക്ക് ഒരു ചാക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി കക്ക എടുക്കുന്ന ഇതിലോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കക്ക എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി, നമ്മൾ തോണിയിൽ വന്ന് പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയപ്പോൾ നമ്മളിത് ഇറങ്ങിയിട്ട് കക്ക എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത കക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇതാണ് നമ്മളെ കക്ക. ഇപ്പോൾ ഇവിടുന്ന് വെള്ളത്തിൽ നിന്ന് എടുത്താണ്. പിന്നെ നമ്മളെ പോവാതെ ഇതാ ഇവിടെ മരണ പ്രയത്നത്തിലാണ് കക്ക എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കക്ക നല്ല അഗ്രഗണ്യനാണ് കേട്ടോ. കക്ക എടുക്കണതിലൊക്കെ ഭയങ്കര അഗ്രഗണ്യനാണ്. അജു, എങ്ങനെയുണ്ട് കക്കൊക്കെ കിട്ടുന്നില്ല? നമ്മളെ പോലെ തന്നെ കക്ക എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. നാട്ടുകാരും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമുക്ക് നാട്ടുകാരനായിട്ടുള്ള ഈ കാൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. നമുക്ക് വേണ്ടി ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാ നമ്മളെ നാട്ടുകാരനായ അബൂബക്കർക്ക നമുക്ക് വേണ്ടി ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞുതരും. അബൂബക്കർക്ക, നമ്മളെ രാവിലെ ഒരു 10 മണിയാവും വെള്ളം വയ്ക്കാൻ. വെള്ളം കൂടുതലായിട്ട് പറ്റൂല. തോണിയായിട്ട് ഇപ്പുറം കിടക്കുകയാണെങ്കിൽ കക്ക എടുക്കാൻ സാധിക്കും. പിന്നെ വൈകുന്നേരം ഒരു 4 മണി വരെയൊക്കെ എടുക്കാം. ഈ സ്ഥലത്തിൻ്റെ പേര് അറിയാത്ത ആൾക്കാർ വരികയാണെങ്കിൽ കുറ്റിക്കാട് കടവ് നമ്പർ നിസ്കാര പള്ളിക്ക് സമീപം എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ കക്ക എടുക്കാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഏകദേശം ഒരു രാവിലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങിയ ടൈമാണ്. അപ്പം ഈ വെള്ളമിറക്കം വേലിയിറക്കത്തിൻ്റെ ടൈമാണ്. അപ്പം അതിനനുസരിച്ച് വെള്ളം അധികം ഉണ്ടാവില്ല. നമ്മൾ നിൽക്കുന്ന പോലെ ഒരു അരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് കക്ക എടുക്കാൻ പറ്റും. അപ്പം പറ്റുന്നവരൊക്കെ വരിക, കക്ക എടുക്കുക, ഉണ്ടാക്കി ആസ്വദിക്കുക. ഇതാ ഉള്ള അബൂബക്കർക്ക് എടുത്ത കക്കകളാണ് ഇത്. ഇത് കുറച്ച് നേരമായിട്ട് ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്ത കക്കകൾ ഒരുപാടുണ്ട്. അപ്പോൾ കക്ക എടുക്കുന്നതിന് വേണ്ടി ഫുവാദ് ഇവിടെ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പ്രയത്നത്തിലാണ്. നമ്മൾ കോരിവാല ഉപയോഗിച്ചിട്ട് കക്ക വാരിയതുകൊണ്ട് തന്നെ അതിൽ ചെറിയ രീതിയിലുള്ള കല്ലുകളൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് കാക്ക എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ കയ്യിൽ പെറുക്കി എടുക്കുകയാണെങ്കിൽ കല്ലുകളൊന്നും അങ്ങനെ പെടൂല. അല്ല, മാസ്മരിക പിടുത്തം പിടിച്ചിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന്
അതിൻ്റെ ഇടയിലുള്ളൊരു ദ്വീപിലേക്ക് വന്നതാണ്. 2 സൈഡും പുഴയാണ്. അപ്പോൾ അതിനിടയിലുള്ളൊരു ദ്വീപിൽ നമ്മൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ തേടി വന്നതാണ്. നമ്മളെ കൂടെ ഉള്ളവരത് അവിടെ കക്ക എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളവിടെയുള്ള ഈ ദ്വീപിലുള്ള കുറച്ച് കാഴ്ചകൾ തേടി വന്നതാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള പക്ഷികളൊക്കെ പറക്കുന്ന ഒരു വ്യൂ ഉണ്ടാവും. ഒരുപാട് ദേശാടന പക്ഷികൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ആ ഒരു ദേശാടന പക്ഷികളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരുപാട് പക്ഷികൾ പാറി കളിക്കുന്നുണ്ടല്ലേ. ആ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു വ്യൂ എന്നുള്ളത് ഭയങ്കര രസം നിറഞ്ഞായിരുന്നു കേട്ടോ. മുകളിൽ സൂര്യനും താഴെ നല്ല പക്ഷികളൊക്കെ പറക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നത്. പിന്നെ നമ്മൾ ആ പക്ഷികളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരെ കൂട്ടത്തോടെ പറന്നു പോകുന്ന അങ്ങനെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ വ്യൂ എന്നുള്ളത് നമ്മളെ പൊന്നാനി ചമ്പ്രവട്ടം പാലത്തിന് താഴെ നിന്നുള്ള വ്യൂ ആണ്. നമ്മളെ ഭാരതപ്പുഴേൻ്റെ ചമ്പ്രവട്ടം പാലത്തിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ ഒരുപാട് പേര് കണ്ടില്ലേ കക്ക എടുക്കാൻ വന്നിട്ടുണ്ട്. 2 സൈഡിലും പുഴയാണ്. നമ്മൾ ആ 2 പുഴേൻ്റെയും നടുവിലുള്ളൊരു ദ്വീപിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ തേടി നമ്മൾ അവിടുന്ന് കക്ക എടുക്കുന്ന നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകണ്ട അവരുടെ അടുത്തേക്ക്. തിരിച്ചു പോകാൻ വേണ്ടി വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച അവിടെ കാണുന്നത്. എന്തോ വെള്ളത്തിനടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞ സാധനം. ജെല്ലി ഫിഷിൻ്റെ വേറെ രീതിയിലുള്ള ഐറ്റാണ്. നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് കരയിലിട്ട് നോക്കാം. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിലുള്ള ഒരു ജീവൻ്റെ തുടിപ്പ് കാണാൻ പറ്റും. അതിന് ജീവനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധിക നേരം കരയിലിടുന്നില്ല, തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാണ്. അപ്പോഴേക്കും ഇവർ ഇവിടെ ഏകദേശം കക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇരുട്ടാവണ മുമ്പ് ഉണ്ടാക്കണം. സൂര്യൻ ഏകദേശം അസ്തമിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഇനി കരയിൽ പോയിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു അരച്ചാക്ക് കക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യാം, ഇതിന് കുറച്ചെടുത്തിട്ട് ഇവിടുന്ന് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഒന്നായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കാനുള്ള ടൈമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടുന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മളതിന് കുറച്ചെടുത്ത് ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. 2-3 വട്ടം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ഇതിൻ്റെ തൊലി ഒന്ന് പൊളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടാക്കിയെടുക്കുന്നത്. ചൂടാക്കുമ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ചൂടാക്കിയെടുക്കുമ്പോൾ തന്നെ അതിന് വെള്ളം വരുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാ നമ്മൾ കക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുത്താൽ തന്നെ സംഭവം പിളർന്ന് കിട്ടും കേട്ടോ. ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പുഴക്കരൻ്റെ വ്യൂ ഉണ്ടല്ലേ, ഭയങ്കര രസമുള്ള വ്യൂ ആണ് കേട്ടോ. ഈവനിങ്ങിൽ ഇതൊക്കെ ഒന്ന് കാണാൻ ഒരുപാട് ഫാമിലീസും ഇവരൊക്കെ വന്നിട്ടുണ്ട് കാണാൻ. ഭയങ്കര അടിപൊളി വ്യൂ ആണ് വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കുക എന്നുള്ളത് തന്നെ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും കക്ക നല്ല തിളച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് സംഭവം കണ്ടില്ല, നല്ല തോലൊക്കെ വളർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ കൊട്ടിയിട്ട് അതിൻ്റെ കാമ്പ് നമുക്ക് എന്ത് ചെയ്യാം, വേർതിരിച്ചെടുക്കുക. സംഭവം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക, കുറച്ച് നേരം ചൂടാറാൻ വെക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ കണ്ടില്ല, മുനീർക്ക് നല്ല കിടുക്കാച്ചായിട്ട് അരിഞ്ഞുകൊണ്ട് നിൽക്കാം കേട്ടോ ഇവിടെ നിൽക്കാം. അപ്പോൾ നമ്മളെ കക്ക ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കക്കൻ്റെ കാമ്പും കൂടി എടുത്തിട്ട് സംഭവം കളറാക്കി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച കക്ക ചൂടക്കാറി നമ്മളതിൻ്റെ അറ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ കാമ്പ് വേറെ തിരിക്കണതിന് അറ എടുക്കുക എന്നൊക്കെ പറയും, നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് പറയൽ. അപ്പോൾ നമ്മളതിൻ്റെ അറ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ച് ആ ഒരു ടൈമാണ്. നമ്മൾ ഇരുട്ടാവണ മുമ്പ് പരിപാടികൾ പെട്ടെന്നാക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കക്ക അരടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക. ചിലരൊക്കെ പറയും ഇതിൽ മണ്ണുണ്ടാവും, ഫ്രഷായി ഉണ്ടാക്കുമ്പോൾ മണ്ണുണ്ടാവും, 2 ദിവസം വെള്ളത്തിലിട്ടേക്കണം എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുത്താൽ തന്നെ അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. ഒരു 1-2 വട്ടം കഴുകിയെടുത്താൽ തന്നെ മതി.
അപ്പോൾ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി ഫ്രഷാക്കി വെച്ച കക്കയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് നമ്മളെന്ത് ചെയ്യുക, ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 2-3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 2 മുളക് അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ 2 തക്കാളി അരിഞ്ഞതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ആ മൂത്ത് വന്ന കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സംഭവം ഒന്ന് കളറാക്കിയാണ്ട് എടുക്കാം. സമയം ഏകദേശം ഇരുട്ടൊക്കെയായി വന്ന് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൊബൈൽ ഫ്ലാഷിൻ്റെ അകമ്പടിയോടുകൂടിയാണ് കുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുഴുങ്ങിയെടുത്ത കക്ക ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ കക്ക വേവേണ്ട പണിയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അതിലൊന്ന് മസാല പിടിക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മൂടി വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ കക്ക മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ബ്രെഡും കൂട്ടിയാണ് കേട്ടോ കക്ക കഴിക്കുന്നത്. അതിന് വേണ്ടി ആ ബ്രെഡൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കക്ക ഒന്ന് അതിലേക്ക് വിളമ്പിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് ടേസ്റ്റ് നോക്കാൻ നിൽക്കുകയാണ്. നമ്മളെ കൂടെ നമ്മളെ മുനീർക്കുണ്ട്, അതുപോലെ തന്നെ റിഫൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. റിഫോ തുടങ്ങി. നമ്മളെ കാക്ക ഉണ്ടാക്കിയോണ്ട് പറയാലോ കേട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചതാ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ നല്ല ഒരു ആ ഫ്രഷ്നെസ്സിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, സാധനം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ ബ്രെഡൊക്കെ കൂട്ടിയിട്ടാണ് തിന്നുന്നത്. അഭിപ്രായം പറയും. പൊള്ളി സാധനം നമ്മളെ ഫിജാസ്ക്ക് ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ അയാളൊരു സ്പെഷ്യൽ കുക്കാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡ്. എന്തായാലും എല്ലാവരും വന്നിട്ട് ഇത് ഒന്ന് പരീക്ഷിക്കുന്നത് നന്നായിരിക്കും. കഴിച്ചോ കഴിച്ചോ. അജോ, അമലോടെ ബാ കഴിച്ചോ. ടേസ്റ്റ് പറഞ്ഞ അഭിപ്രായം പറഞ്ഞ കേട്ടോ. അഭിപ്രായം പറയാതെ പോക്കില്ല. ഫിജാസ്ക്ക് ഉണ്ടായതൊക്കെ ആക്കിയോണ്ട് തന്നെ അതിൻ്റെ അഭിപ്രായം എന്തായാലും പറയണം. അമല എങ്ങനെയുണ്ട് പറയും. അടിപൊളിയായിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഉണ്ടാക്കിയൊന്ന് നോക്കണം. രണ്ടാമത് ഞാൻ വന്ന് കഴിക്കുന്നതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഇതിൻ്റെ ഈ മസാലയൊക്കെ പിടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചുകൊണ്ട് നല്ല ഒരു എന്തെന്നാ പറയേണ്ടത് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്ക് കടയിലൊന്നും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അത് ചിലപ്പോൾ ഫിജാസ് ഖാൻ്റെ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടാവും ഇത്ര ടേസ്റ്റ് വന്നിട്ടുണ്ടാവും. നമ്മൾ പിന്നെ ലൈവായി ഉണ്ടാക്കിയതുകൊണ്ട് പിടിച്ചുണ്ടാക്കിയതുകൊണ്ട് ആ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട്. നമുക്ക് വേറെ കടയിൽ നിന്നും വാങ്ങിക്കാതെ നമ്മൾ തന്നെ ഇത് കക്ക എടുത്തിട്ട് ലൈവായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാവും ഇത്രയും നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇത് ഒന്ന് പരീക്ഷിക്കുക. നിങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കുക്കിനെ കൊണ്ടുവരുന്നുണ്ട് ഫിജാസ് ഖാൻ. ഞങ്ങൾക്ക് കൂടെയുള്ള ഞങ്ങളുടെ കുക്ക് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. അവർ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി ഇതേപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഭയങ്കര നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഇത് ഇവിടെയുള്ള നാട്ടുകാരാണ്. നമ്മളെ നേരത്തെ തോണിയിൽ കൊണ്ടുപോയ ഇബ്രാഹിംക്കാണ്. ഇബ്രാഹിംക്കും അവരുടെ ഫ്രണ്ടുമാണ്. അപ്പം ഇവർ തിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് ചെയ്യാം. ഇനിയും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.